സ്റ്റോപ്പ് ഷെയറിംഗ് Hello. Good morning. Hello. Good morning. Good morning, Miss. മഴയുടെ ക്ഷീണമൊക്കെ മാറിയോ? ഹലോ, നിങ്ങളുടെ നെറ്റിനും ഇഷ്യൂസ് വരാറില്ലല്ലോ അല്ലേ? ഇല്ല മിസ്സേ. വലിയ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ എന്താ പറയാ, ക്ലാസ്സുകളൊക്കെ അവസാനിക്കാനൊക്കെ ആയി. നിങ്ങൾ അത്യാവശ്യമൊക്കെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളാണെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ നേടിയെടുത്തു അല്ലെ? അത്യാവശ്യമൊക്കെ വായിക്കുമ്പോ തന്നെ എവിടെയെങ്കിലും ചുരുക്കി കയറാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ആയില്ലേ? അപ്പോ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തൊക്കെയാ? ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് ഒക്കെ, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് ഒക്കെ നിങ്ങൾ നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നോ? ഹലോ, കുറച്ച് നോക്കിയായിരുന്നു മിസ്സേ. എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ട് എങ്ങനെയാ കിട്ടിയായിരുന്നോ? മനസ്സിലാവുന്നുണ്ടായിരുന്നോ? കുഴപ്പമില്ല. അപ്പോ നമുക്ക് കുറച്ച് 2-3 ദിവസം കൊണ്ട് നമുക്ക് ഇത് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, 1-2 ക്ലാസ്സും കൊണ്ട്. അപ്പോ നോക്കാം. ഇന്നലെ നമ്മള് ജസ്റ്റ് ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞായിരുന്നു അല്ലെ? ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? അതിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് കൺട്രിക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻസ്, അവിടുത്തെ ഡെത്തുമായോ അല്ലെങ്കിൽ ഇത്ര ഡിസീസസ്, സ്പെഷ്യൽ ഡിസീസസ് ഒക്കെ, സ്പെഷ്യൽ ടൈമിലൊക്കെ ഡിസീസസ് ഒക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ പറഞ്ഞ് നമ്മൾ നിർത്തിയത്. അതില് ഒന്നുകൂടി ഇത് പറയേണ്ടതുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് ബോറടിക്കുമോന്ന് അറിയില്ല. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ സർവേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പോപ്പുലേഷനനുസരിച്ച് ചിലപ്പോ ഗ്ലോബലി അല്ലെ, നമ്മള് WHO ഒക്കെ ആവശ്യപ്പെടുന്നത് അനുസരിച്ച് ഇന്ത്യയുടെ ഒക്കെ മൊത്തത്തിലുള്ള എന്തെങ്കിലും അവയർനെസ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത്. അത് പൊതുവെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ, അതായത് എന്താ പറയണ, നമ്മളുടെ പോപ്പുലേഷനുമായി റിലേറ്റ് ചെയ്ത് ചെയ്യുന്ന അത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ആയിരിക്കും പൊതുവെ ചോദിക്കുക. താഴെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, താഴെ കേട്ടോ കുറെ മെഷർമെന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് അത് ഇത്രയും ടൈമിനുള്ളിൽ എത്ര പേര് ഉണ്ടായി, അല്ലെങ്കിൽ ഈ ഡിസീസുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പേഴ്സൺസ് എത്രത്തോരമാണ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആരൊക്കെ മരിച്ചു, ഇന്ന സ്ഥലങ്ങളിലാണോ കൂടുതൽ പ്രോബ്ലംസ് വന്നത്, അങ്ങനെ മൊത്തത്തിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോ താഴേക്ക് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ മുകളിൽ ഒന്നും കൂടി ഞാൻ വായിച്ചു നോക്കി പറയാം. Health indicators are calculable characteristics of a population which researchers use as a supporting evidence for explaining the health of a population. പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും തെളിവെടുപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. നോർമലി റിസർച്ചേഴ്സ് will use a survey methodology to collect information about a population sample, use statistics to generalize the information gathered to the population. പോപ്പുലേഷനിൽ നിന്നും അവർ നേടിയെടുക്കുന്ന കുറെ ഇൻഫോർമേഷൻസ് വെച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള വിവരണ കണക്കുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മള് എന്താ പറയുക, അറിയിക്കേണ്ടവരെ അറിയിക്കുന്നത്. ആൻഡ് ദെൻ യൂസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. ശരിക്കും മൊത്തത്തിൽ അത് പോപ്പുലേഷന്റെ, ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ഒരു
കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള അനാലിസിസ് നടത്തുന്നത്, സ്ഥിതി വിവരണ കണക്കുകൾ നടത്തുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ്സ് ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി ഓർ ടു മേക്ക് ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്. ജനങ്ങളുടെ മൊത്തത്തിലുള്ള അവരുടെ പോപ്പുലേഷനനുസരിച്ച് അവരുടെ മൊത്തത്തിലുള്ള എന്താ പറയുക ആരോഗ്യപരമായ ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനൊക്കെ ഇത് പ്രധാനപ്പെട്ട യൂസബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഡിക്കേറ്റർ വിച്ച് വിൽ ബി യൂസ്ഡ് ഇന്റർനാഷണലി ടു എക്സ്പ്ലെയിൻ ഗ്ലോബൽ ഹെൽത്ത് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിനതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അല്ലെ. ഇത്തരം ഇൻഫോർമേഷൻസ് ഒക്കെ എടുക്കുന്നത് നമ്മൾക്ക് തോന്നുന്ന മാതിരി ഹോസ്പിറ്റലിൽ മാത്രം സ്വന്തമായിട്ട് ഒരു രീതി ഒന്നും അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മൊത്തത്തിൽ ഗ്ലോബലി ഒരു എന്താ പറയുക അതിൻ്റെതായ ഒരു സ്റ്റാറ്റിസ്റ്റിക് മെത്തേഡ് ഉണ്ടാവും, അത് തന്നെയായിരിക്കും ഫോളോ ചെയ്യേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗാർഡഡ് യൂണിഫോംലി ഇന്റർനാഷണലി. അതായത് മൊത്തത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു കൺട്രിക്ക് മാത്രം സെപ്പറേറ്റ് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അത് എല്ലാ കൺട്രികളും ഒരു ഗ്ലോബൽ, അതായത് മൊത്തം ഇന്റർനാഷണൽ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ അവര് നിശ്ചയിക്കുന്ന ആ സ്റ്റാൻഡേർഡ് രീതിയിൽ മാത്രമേ ഇത്തരം കണക്കുകളെല്ലാം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. അത് എപ്പോഴും ആ സ്ഥിതി വിവരണ കണക്കുകൾ എപ്പോഴും അത് കൃത്യതയുള്ള അതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥിതി വിവരണ കണക്ക് നടത്തുന്നത് എപ്പോഴും ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടാണ് അല്ലെ. ആഗോളം ഇത്ര ജനസംഖ്യക്ക് ഇത്രയും ടൈമിൽ ഇത്രയും പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഡേയ്സിനുള്ളിൽ അല്ലെ ഇത്ര മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു ഇതുകളുണ്ടാവും. ആ രീതിയിൽ തന്നെയായിരിക്കും ഇറ്റ് മസ്റ്റ് ബി സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. അതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടാവും. ദ ഇൻഡിക്കേറ്റേഴ്സ് മസ്റ്റ് ബി ഡാറ്റ വിച്ച് ക്യാൻ പ്രാക്ടിക്കലി ബി കളക്ടഡ് ഇൻ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. അവരെപ്പോഴും ഒരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ആഗോളതലത്തില് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. റീസണബിളി നിങ്ങൾ ചിന്തിച്ചാൽ മതി. കോവിഡ് ടൈമില് ആ കൺട്രിയിൽ ഇത്രയും ഉണ്ടായിരുന്നു, ഈ കൺട്രിയിൽ ഇത്രയും ഉണ്ടായിരുന്നു, ഇവിടെ പ്രശ്നം വന്നു അല്ലെ, ഇവിടേക്ക് ഇത്രയും വാക്സിൻസ് ഒക്കെ ആവശ്യം വന്നു. അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഗ്ലോബലി മനസ്സിലാക്കുന്നത് ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ കൂടിയാണ്. The analysis of the data must result in a recommendation on which people can make changes to improve health. ഇതിന്റെയൊക്കെ കാര്യം ഞാൻ മൊത്തത്തിൽ പറഞ്ഞു. മൊത്തത്തില് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഗ്ലോബലി അങ്ങനെ വാച്ച് ചെയ്തിട്ടാണ് അത് ആ രീതിയിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ള ആ മെത്തേഡുകൾ മാത്രമേ അത് ഫോളോ ചെയ്ത് നടപ്പാക്കാനായിട്ട് സാധിക്കുള്ളൂ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഞാൻ കണ്ടിന്യൂ ചെയ്തത് മാത്രം. Then next, the indicators used to measure health status. Indicators diseases specific mortality, morbidity and disability, determinants of health, biological risk factors and health behaviors, and health system, surgical procedures, medication use of health services. അതായത് ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ട മൊറാലിറ്റി എന്ന് പറയുന്നത് മരണനിരക്ക്, മോർബിഡിറ്റി എന്ന് പറയുന്നത് അതുമായി തന്നെ അവശതയായിട്ടുള്ള ആ ഒരു മീനിങ്ങിലൂടെ തന്നെയാണ് അതും എക്സ്പ്ലെയിൻ ചെയ്തത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, രോഗാവസ്ഥയിൽ ഉള്ളവരെന്നാണ് മോർബിഡിറ്റിയുടെ സ്പെഷ്യലൈസ്ഡ് മീനിങ് കേട്ടോ. മൊറാലിറ്റി എന്ന് പറയുന്നത് മരണനിരക്ക് അറിയുന്നത്, രോഗാവസ്ഥ അറിയുന്നതാണ് മൊറിബിഡിറ്റി. ആൻഡ് ഡിസബിലിറ്റി നമുക്കറിയാം, വികലാംഗ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസേബിൾഡ് പേഴ്സൺസ്. ഇതുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഒക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. നമുക്കറിയാം ഇത്രയും എന്താ പറയാ ഹെൽത്ത് സ്ഥാപനങ്ങളിൽ പോലും ഡിസബിലിറ്റി പേഴ്സൺസിനൊക്കെ ഒരു സംവരണം ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു എവിഡൻസ് വെച്ചിട്ടാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അല്ലെങ്കിൽ മരണനിരക്ക് നോക്കുന്നത്, അല്ലെങ്കിൽ അതേ രോഗാവസ്ഥയുള്ള ഇത്ര വ്യക്തികൾ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതൊക്കെയാണ് ഓരോ വേർഡ് മീനിങ് ആണത്. മൊറാലിറ്റി, മോർബിഡിറ്റി ആൻഡ് ഡിസബിലിറ്റി. Okay, then determinants of health, biological risk factors and health behaviors. അതിൻ്റെതായ റിസ്ക് അല്ലെ. ഏത് നമുക്കറിയാം കൊറോണയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് അത് കൈകാര്യം ചെയ്തെടുക്കാൻ അല്ലെ. നമുക്ക് ഒരു PPE കിറ്റ് ഒക്കെ എപ്പോഴും ഏത് സമയവും യൂസബിൾ ആയിട്ട് വേണ്ടി വരും. അപ്പൊ അത് ശരിക്കും അതിൻ്റെതായ രോഗാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനും കൈകാര്യം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതൊരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കുക. ആൻഡ് ഹെൽത്ത് സിസ്റ്റം,
സർജിക്കൽ പ്രൊസീജിയേഴ്സ്, മെഡിക്കേഷൻ, യൂസ് ഓഫ് ദ ഹെൽത്ത് സർവീസസ്, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ നടത്തുന്നത്. അത് ഓരോ കൺട്രിക്കും ചിലപ്പോൾ അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാം. ഗ്ലോബലി വേണമെങ്കിൽ ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ എടുക്കുന്നത് ഗ്ലോബലി എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതും കൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ ഇന്റർനാഷണലി എന്താ പറയാ, നമ്മുടെ സർവീസുകൾ വരെ നിർത്തിവെച്ച ഒരു കാലഘട്ടം ഉണ്ടായി അല്ലെ. വിമാന സർവീസുകളൊക്കെ നിർത്തിവെച്ചു, ആ കൺട്രിയിലേക്ക് പോവാതിരുന്നു. അപ്പൊ അതൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ കൂടിയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് മേൽത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെതായ ഈ മെഷർമെന്റ് കൊണ്ടാണ് സാധ്യമാക്കുന്നത്. ഇനി വീണ്ടും ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യലൈസ് ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ മീനിങ് വെച്ചാൽ mortality rate or death rate is a scale of the number of deaths in general or owing to a specific person. പറയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എപ്പോഴും ഡെത്തിന് ഒരു സ്പെഷ്യലൈസ് അല്ലെ, ഒരുപാട് മരണവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറെ ഡിസിഷൻസ് എടുക്കും അല്ലെ. കുറെ മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ ആണെങ്കിൽ റിസർച്ച് ചെയ്ത് വരെ നമ്മൾ അതിനെ കണ്ടെത്തി നമ്മളത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ഡെത്ത് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡെത്ത് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അനുസരിച്ച് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്. അപ്പോ നോക്കാം, is a scale of a number of deaths in general or owing a specific cause. എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ടാണ് ഡെത്ത് വന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ഇൻ എ പെർട്ടിക്കുലർ പോപ്പുലേഷൻ, ഒരു നിശ്ചിത പോപ്പുലേഷൻ ജനസംഖ്യയില് ഇത്ര സമയത്തിനുള്ള കുറച്ച് പേര് ഇത് ബാധിച്ചു മരിച്ചു അല്ലെ. എന്താണ് ആ കോസ്, എന്താണ് അതിന്റെ റീസൺ, എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഓവർകം ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കും. മെഷേർഡ് ടു ദ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ പെർ യൂണിറ്റ് ഓഫ് ദ ടൈം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ശരിക്കും ഒരു കണക്കിലേക്ക് തന്നെയാണ് ഇത് കൊണ്ടെത്തിക്കുന്നത്. ഇത്ര പോപ്പുലേഷൻ വ്യക്തികൾ മരിച്ചു, അല്ലെങ്കിൽ ഇത്രയും ഈ എന്താ പറയുക, ഈ 1000 ചതുരശ്ര സെന്റിമീറ്റർ ഇത്രയും ജനസംഖ്യയുണ്ട്, അതിനുള്ളിൽ ഇത്ര പേഴ്സൺസ് ഇത്ര രോഗം വന്ന് മരിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ പെർ യൂണിറ്റ് കണക്കാക്കി കണ്ടെത്തുന്ന ഒരു രീതി. ഇതാണ് ഇവിടെ പറയുന്നത്. The term mortality indicates the total death and that happened especially on a large scale such as in population or a geographical area. ഞാൻ പറഞ്ഞത് മാതിരി ഒരു ആ ടൈമില് അല്ലെ ടോട്ടൽ ഡെത്ത്, എത്ര ഡെത്ത് ഉണ്ട് സംഭവിച്ചു എന്തിന്, സച്ച് ആസ് പോപ്പുലേഷൻ ജിയോഗ്രഫിയിൽ ആ ഏരിയയിലെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ എത്ര ഡെത്ത് സംഭവിച്ചു. ഇത് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഈ മൊറാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. This normally represented in the form of a mortality rate. ഇതിനെയാണ് എന്താ പറയുക നോർമലി മൊറാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്നൊക്കെ പറയുന്നത്. ആസ് പെർ ദ മൊറാലിറ്റി റേറ്റ് ഡെഫിനിഷൻ, ആ ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് ഈച്ച് ഇയർ ഫോർ എ സ്പെസിഫൈഡ് ടൈം ഇന്റർവെൽ ഇൻ എ സ്പെസിഫൈഡ് പോപ്പുലേഷൻ is called a mortality rate. It is normally expressed in a population unit like a death per 1000 people for a record period or specific time of frame. നമ്മളെപ്പോഴും ആ റേറ്റ് ഒരു ശതമാനം കണക്കാക്കുകയാണെങ്കിൽ എന്താ പറയാ, ഇത്രയും ഡെത്ത് അല്ലെങ്കിൽ ഇത്രയും പോപ്പുലേഷൻ അണ്ടർ ഇത്രയും പോപ്പുലേഷൻ ഇൻറ്റു അല്ലെങ്കിൽ ഇത്രയും 1000 ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് നമ്മൾ കണ്ടെത്തും. അപ്പൊ ഇത്ര ശതമാനം ഇൻറ്റു 100 ആണ് പൊതുവെ ശതമാനം ബേസ് ചെയ്ത് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു മെത്തേഡിലേക്ക് നമ്മൾ കണ്ടെത്തിക്കുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി വിവര കണക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഡെത്ത് റേറ്റ്. ഇപ്പോ നമ്മളെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളോട് ഇപ്പൊ എന്തെങ്കിലും എവിഡൻസ്, എന്തെങ്കിലും ഒരു നമ്മളോട് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ ഡെത്ത് റേറ്റ് എന്ന് കണക്കാക്കാൻ പറയുമ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം, ഈ ഇത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷനോട് കൂടിയിട്ടാണ്. എന്തായാലും അതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു റൂൾസ് നമുക്ക് ഉണ്ടാവും കേട്ടോ. അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുക. പക്ഷെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞത് എന്താണെന്നൊന്നും ചിന്തിക്കരുത്. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ടൈമില് മരിച്ച വ്യക്തികളുടെ ആ പ്രദേശത്തെ ആൾക്കാരുടെ മൊത്തം പോപ്പുലേഷനെ വെച്ചിട്ട് ഒരു സ്ഥിതിവിവരണ കണക്കെടുക്കുന്നതാണ്. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഡൗട്ടാണോ ചോദിക്കുന്നത്? ഹലോ, ഡൗട്ട് ചോദിക്കുന്നുണ്ടോ? ഷാരോണും ജാസ്മിനും അല്ലാന്ന് തോന്നുന്നു, തുഷാരയാണ്. ആരെങ്കിലും ഡൗട്ട് ചോദിക്കുന്നുണ്ടോ അതോ നിങ്ങൾ അറിയാതെ അൺമ്യൂട്ടായി പോയതാണോ? ഒന്ന് നോക്കാം. എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഉണ്ട്. അപ്പോ നമ്മളത് പറഞ്ഞു. എന്താണ് ഡെത്ത് റേറ്റ് എന്ന് അല്ലെങ്കിൽ മൊറാലിറ്റി റേറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ പാരഗ്രാഫിൽ നിന്ന്. നെക്സ്റ്റ് നമ്മളോട് വീണ്ടും പറയാൻ അതിന്റെ കാൽക്കുലേഷൻ മെഷർമെന്റ്സ് കാണിക്കാം.
death rate and its measures. Calculating a mortality rate, the mortality rate formula used for the calculation according to the available statistics is. നമ്മളുടെ സ്ഥിതിവിവര കണക്കനുസരിച്ച് ഒരു കാൽക്കുലേഷൻ മെത്തേഡ് ഉണ്ട്, അതാണ് താഴെ പറയുന്നത്. ദെൻ ഫോർമുല എന്ന് പറയുന്നത് മൊറാലിറ്റി റേറ്റ് നമ്പർ ഓഫ് ഡെത്ത്സ് divided by total population into 1000 divided by 6 all divided by 365. നിങ്ങൾ ഒന്ന് നോക്കുക, അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ ഡബിൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇൻറ്റു 1000 ഓൾ ഡിവൈഡ് ബൈ 365, അതായത് 365 ദിവസത്തിൽ, അതായത് 1 ഇയർ എന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ദിവസവും അത് 24 മണിക്കൂറാണെങ്കിൽ അതിൽ അല്ലെ ഒരു അത് മൊത്തത്തിൽ അങ്ങനെ പോകുന്നുണ്ട് അല്ലെ. അത് ഓരോ സെക്കൻഡും എപ്പോഴാണ് മരണം എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതനുസരിച്ചുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇവിടെ പറയുന്നത്. നമ്പർ ഓഫ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഓൾ ഡിവൈഡഡ് ബൈ 365. ആ ഒരു ഫോർമുല അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഡെത്ത് റേറ്റ് നിർണ്ണയിക്കുന്നത്. ഓക്കെ അല്ലേ? ഹലോ, ഇതൊരു കണക്കാണ്, ഒരു ഫോർമുലയാണ്. നമുക്കൊന്നും എപ്പോഴും ചെയ്യേണ്ടി വരില്ല. ഇനി അഥവാ നമുക്കിങ്ങനെ ചെയ്യേണ്ടി അറിയേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇതൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടാവും. ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ആണല്ലോ, അപ്പൊ ഓൾറെഡി ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കി പോവാം. പിന്നെ ഹോസ്പിറ്റൽ ഗ്രോസ് മൊറാലിറ്റി റേറ്റ്, ഞാൻ അങ്ങനെ പറയണ എന്താണ് ഗ്രോസ് മൊറാലിറ്റി റേറ്റ് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ്, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. അതായത് ഒരു പീരിയഡ് എടുക്കണം, ആ ടൈമിലാണ് അവര് നോക്കുന്നത്. അതായത് ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം അങ്ങനെ ഒരു കണക്കിലാണ് നോക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നൽകുക, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. നമ്മള് എന്താ പറയുക, ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിനെ മരണത്തിനൊക്കെ നോക്കാം. ചിലപ്പോ അങ്ങനെ പോയേക്കുന്നത് ഡിസ്ചാർജ് ചെയ്ത് പോയത് മരിച്ചോട് കൂടിയിട്ടാണെന്നുള്ള ഒരു രീതിയിൽ അതാണ് ഓർ വെച്ച് പറയുന്നത് ഇൻറ്റു 100. അങ്ങനെ വന്നിട്ട് നമുക്ക് നോക്കാം. നോട്ട് ഓൾ ദ ഡെത്ത് ദാറ്റ് ഇൻക്ലൂഡ് ഡെത്ത് ഇൻ എമർജൻസി ആൻഡ് ICU. ഈ ഡെത്തിലെല്ലാം എമർജൻസിക്ക് വന്നവരാണ്, ചിലപ്പോൾ ICUയിൽ കിടന്നവരുണ്ടാവും. മസ്റ്റ് കൗണ്ടഡ്, ഇതെല്ലാം കൂടി കൗണ്ട് ചെയ്യണം. ഡിനോമിനേറ്റർ ഓൾ ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത പേഴ്സൺസിനെയും കൂടി മനസ്സിലാക്കിയിട്ട് വേണേയും ഇതും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ ആ മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യുന്നത് പറയുന്നുണ്ടാവും, അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇതെന്താണെന്നൊന്നും മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നെറ്റ് മൊറാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ എന്താ നോക്കാം. മറ്റേത് പീരിയഡ് ആണ്, ഇത് നെറ്റ് ഗ്രോസ് മൊറാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈ പീരിയഡിലേക്കായിരിക്കും. നെറ്റ് മൊറാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് ഓക്കേർഡ് after 48 hours of admission of the patient or total number of death and discharge during that period. അല്ലെ, അപ്പോ നമ്മൾ പറയാം ഒരു 48 മണിക്കൂർ എന്നാണ് ശരിക്കും പറയുന്ന ഒരു കൗണ്ടർ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ എടുക്കുന്ന ഒരു മൊറാലിറ്റി റേറ്റ് ആണെങ്കിൽ അത് നെറ്റ് മൊറാലിറ്റി റേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു ഡിഫറെന്റ് സ്പെസിഫൈ പീരീഡ് ആണ് പറയുന്നത്. ഇതൊരു 48 hours വെച്ചുകൊണ്ടുള്ള ഡെത്ത് റേറ്റ് ആക്കുന്നതാണ്. Note that death occurring within 48 hours of discharge must also be reckoned in a numerator. Numerator എന്ന് വെച്ചാൽ നമുക്കറിയാം, ഡിനോമിനേറ്റർ താഴെ കിടക്കുന്ന ന്യൂമിനേറ്റർക്ക് മുകളിൽ കിടക്കുന്നതൊക്കെ നമുക്കറിയാലോ അല്ലെ. നമ്മളൊരു ഡിവിഷൻ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അപ്പൊ അതനുസരിച്ചുള്ള 48 hours ഡിസ്ചാർജ് പേഴ്സൺസിനെയും എന്തായാലും മസ്റ്റ് ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ICU സ്പെസിഫൈഡ് മൊറാലിറ്റി റേറ്റ്, ICUയിൽ എന്താണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഇപ്പൊ ICUയിൽ കിടന്ന ഇത്ര പേഷ്യൻസിന് ഡെത്ത് റേറ്റ് കണക്കാക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നതാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരിയഡ്, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരിയഡ് ഇൻറ്റു 100. അപ്പോ അത് ICUമായി ബന്ധപ്പെട്ട ഒരു കണക്ക്, സ്ഥിതിവിവര കണക്കാണ് പറയുന്നത്. നോട്ട് ഓൺ സിമിലർ ലൈൻസ് കണ്ടീഷൻ സ്പെസിഫിക് ഫോർ സ്പെഷ്യലി സ്പെസിഫൈഡ് ഡെത്ത് റേറ്റ് ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് ലൈക്ക് മെറ്റേണിറ്റി മൊറാലിറ്റി റേറ്റ് എക്സെട്ര. അതായത് ഓരോ രീതികളില് ഓരോ സ്പെസിഫൈ രീതിയിലാണ് ചോദിക്കുന്നത് അല്ലെ, നമ്മളോട് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്. ആ രീതി ഫോളോ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അത് ചിലപ്പോൾ ICUമായി ബന്ധപ്പെട്ടായിരിക്കും, അതല്ലെങ്കിൽ എന്താ പറയുന്നത് നേരത്തെ പറഞ്ഞ നെറ്റ് മൊറാലിറ്റി റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് മൊറാലിറ്റി റേറ്റ് ആയിരിക്കും. ഏതാണോ നമ്മളോട് ഏതാണ് പറയാൻ ആവശ്യപ്പെടുന്നത് എന്താണ് എന്നുള്ളത് അതനുസരിച്ച് ഡെത്ത് റേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫോർമുലാസ് യൂസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൂ. അത് കണക്കുകളൊന്നും പ്രധാനമായിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരില്ലായിരിക്കും. എന്നാലും ഇനി ഡെത്ത് റേറ്റ് എന്താണ്, മൊറാലിറ്റി റേറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വണ്ടടിച്ച് നിൽക്കരുത്. ഇതൊക്കെ തന്നെ ഇങ്ങനെ ഒരു സ്പെസിഫൈ പീരിയഡിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു കണക്കാണെന്നുള്ള ഇത് മനസ്സിലാക്കി വെക്കാം. Then infant mortality rate, infant mortality rate is the number of residents newborns in a prescribed geographic area. നമുക്കറിയാം എപ്പോഴും എന്താ പറയാ ഏജ് ആയിട്ടുള്ള പേഴ്സൺസ് ഒരു ഡിഫറെന്റ് രീതിയിലൊക്കെയാണ് ഇപ്പൊ മൊറാലിറ്റി നമ്മളെ ഡെത്ത് റേറ്റ് കണക്കാക്കുന്നത്. അതിപ്പോ എപ്പോഴും ഇങ്ങനെ ഒന്നിച്ച് മരിക്കുന്നവരുടെ കണക്കായിരിക്കണം എന്നില്ല നോക്കുന്നത്. ഇന്ന രോഗം ബാധിച്ചു മരിച്ചവരുടെ കണക്ക്, അല്ലെങ്കിൽ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മരിച്ചു, അല്ലെങ്കിൽ ഇത്രയും പേഷ്യൻസിന് ക്യാൻസർ വരുന്നത്, അത് ഇത്രയും ഏജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെയാണ്. അതുപോലെ തന്നെ ഒരു കണക്കാണ് എന്ത്, നവജാത ശിശുക്കളുടെ അല്ലെ. നമ്മളെപ്പോഴും ഹോസ്പിറ്റലുകളിലും എവിടെയും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കണക്കാണ് എന്ത്, നവജാത ശിശുക്കളുടെ മരണവുമായി ബന്ധപ്പെടുന്നത്. ന്യൂ ബോൺസ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു നിശ്ചിത സ്ഥലത്ത് നമ്മൾ കണക്ക് പറയില്ലേ, ആദിവാസി കുട്ടികളെ ഒത്തിരി പേര് ഇന്ന സമയങ്ങളിൽ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ, അതായത് ആ ഒരു ഏരിയയില് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണോ, സർവീസുകളൊന്നും കിട്ടാത്തത് കൊണ്ടാണോ, ചിലപ്പോൾ ഗവൺമെന്റിന് അത് ആവശ്യപ്പെടാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അല്ലെ രംഗത്തേക്കൊക്കെ ഇറങ്ങി വരും. അപ്പൊ അത്തരം സ്ഥിരീകരണ കണക്കുകളെല്ലാം ഹോസ്പിറ്റലിൽ നിന്നാണ് അവർ കളക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇൻഫന്റ് മൊറാലിറ്റി റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് ന്യൂബോൺസ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രഫിക് ഏരിയ. നിശ്ചിത ഏരിയയിലുള്ള കുട്ടികളുടെ അല്ലെ നവജാത ശിശുക്കളുടെ മൊറാലിറ്റി റേറ്റ്, കൺട്രി, സ്റ്റേറ്റ്, കൺട്രി എക്സെട്ര. അതായത് എന്തെങ്കിലും ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റിലായിരിക്കാം. നമുക്കറിയാം ചില പ്രദേശത്തെ ബേസ് ചെയ്തിട്ടും ഇങ്ങനെ ചോദിക്കാതെ. ഇപ്പൊ ഞാൻ പറഞ്ഞ മാത്രം ആദിവാസി മേഖല എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു പ്രദേശമാണ്. ആ രീതിയിലെല്ലാം, അതുകൊണ്ടാണ് എക്സെട്ര പറയുന്നത്. അങ്ങനെയുള്ള രീതിയിലുള്ള കണക്കാണ്. ഡൈയിങ് അണ്ടർ 1 year of age divided by the number of resident live birth for the same geographic area for a prescribed time, normally a calendar year, and multiplied by 1000. ഇങ്ങനെ പറഞ്ഞില്ലേ, കണക്കുകളുടെ ഇതിലേക്ക് നിങ്ങൾ നോക്കണ്ട. അതൊരു കാൽക്കുലേഷൻ പോയിന്റ് ആണ്. അതായത് നവജാത ശിശുക്കളുടെ മൊറാലിറ്റി റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ് എന്ത്, ഇൻഫന്റ് മൊറാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇൻഫന്റ് മൊറാലിറ്റി റേറ്റ് അത് മനസ്സിലാക്കി വെക്കാം. മൊറാലിറ്റി എന്താണ്, ഡെത്ത് റേറ്റ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഇൻഫന്റ് മൊറാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ന്യൂ ബോൺസുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ഒരു മൊറാലിറ്റി, അതായത് ഡെത്ത് റേറ്റിനെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് അതിന്റെ കാൽക്കുലേഷൻ പറയുന്നുണ്ട്. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ ഡെത്ത്, നമ്പർ ഓഫ് റെസിഡന്റ് ലിവ് ബർത്ത് ഇൻടു 1000. ഇത് 1000 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് റെസിഡന്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു ജീവിതത്തിലൂടെയുള്ള എന്താ പറയുന്ന റെസിഡന്റ് ആയിട്ടിരിക്കുന്ന കുട്ടികള്. ഡെത്ത് നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്, അത് ജനിച്ച പാടെ ഒക്കെയുള്ള എന്താ പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പുറത്തേക്ക് അല്ലെ ഡെലിവറി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കുറെ പേരൊക്കെ മരിച്ചു പോകുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കണക്കുകളും ഉണ്ടാവും, അല്ലാത്ത കണക്കുകളൊക്കെ ഉണ്ടാവും. എന്താണോ അതിനനുസരിച്ച് എന്ത് കാൽക്കുലേഷൻ ആണ്, എന്ത് ഫോർമുലാസ് ആണോ അതനുസരിച്ച് പോവുകയാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ 1300 infant deaths in 2018 among state resident. എന്താ പറയുക, 1,50,000 live birth in 2008 to state resident. Then 1,300 divided by 1,50,000 into 1000. അങ്ങനെ അതായത് എന്താ പറയുന്ന ഒരു 2008 സംഭവിക്കുന്നത് എന്താണ്, സ്റ്റേറ്റിലാണെങ്കിൽ ഇങ്ങനെ മൊത്തത്തില് അല്ലെ മൊത്തത്തിലുള്ള റെസിഡന്റിനെ വെച്ച് 1,50,000 ടോട്ടല് ഇൻറ്റു 1000 വെച്ച് അത്രയും റേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് എന്ന് പറയാം. അപ്പൊ എപ്പോഴും ടോട്ടൽ ഉണ്ടാവും. എപ്പോഴും മനസ്സിലാക്കാം, ഒരു നമ്പർ ഓഫ് സംഭവം ന്യൂമറേറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ അണ്ടറിൽ എപ്പോഴും അതിന്റെ ഒരു ടോട്ടലിംഗ് ആയിരിക്കും. ടോട്ടലായിട്ട് ഇൻറ്റു 1000 ആയിരിക്കും എപ്പോഴും ഇതിന്റെ ഈ റേറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത്. Then per 1000 live births in 2008 among state residents. അതാണ് അതിന്റെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ബർത്ത് ലീവ് ബർത്ത് മൊറാലിറ്റി റേറ്റ്.
Then in hospital, infant mortality rate, total number of infant deaths at a hospital in a period, total number infant discharges and death during that period into 100. അതിപ്പോ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അതേ വീണ്ടും അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ മാറുകയാണ്. ഇൻറ്റു 100 വെച്ചിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അതിന് എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് കാൽക്കുലേഷൻ മെത്തേഡ്സ് ഉണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള എവിഡൻസ് ആണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫോർമുലാസ് ഏത് ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ മനസ്സിലാക്കി വെക്കാം എന്താണ് മൊറാലിറ്റി റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു പേര് കൂടി നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് അതിന്റെ പേര്, മൊറാലിറ്റി ആൻഡ് മൊറബിഡിറ്റി അല്ലെ. മൊറബിഡിറ്റി എന്ന് വെച്ചാൽ രോഗാവസ്ഥ. ആ സംഭവങ്ങളൊക്കെ വേർഡ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. മൊറാലിറ്റി എന്താണ്, മൊറബിഡിറ്റി എന്താണ്, അല്ലെങ്കിൽ ഇൻഫന്റ്, നേരത്തെ ഇപ്പം നമ്മൾ പറഞ്ഞത് ഇൻഫാന്റ് മൊറാലിറ്റി, കുട്ടികളുടെ നവജാതവുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കാം. അതാണ് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയും ഇതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് കഴിയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇത്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല? ഒരു റെസ്പോണ്ടും ഇല്ലല്ലോ. മനസ്സിലായി മിസ്സേ. അത് അറിഞ്ഞിരിക്കാന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് പക്ഷെ മനസ്സിലാക്കി വെക്കുക എന്താണ്. പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇതാണെന്നുള്ള ഒരു മൈൻഡിലേക്ക് കൊണ്ടുവരാം. അടുത്തത് നമുക്കൊരു പോർഷൻ എന്ന് പറയുന്നത് പ്രിവിലിയൻസ് ഓഫ് ഡിസീസസ് ആണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിങ്ങനെ കുറച്ച് കൂടുതലുണ്ട്, നമുക്കൊന്ന് നോക്കാം. അതിനും ഈ പറഞ്ഞോളാം കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇതെന്നൊക്കെ പറയുന്നത് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട, അതായത് അത്യാവശ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ഉണ്ടെന്ന് പറയില്ലേ എന്ന് പറഞ്ഞു. അതിന് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞു പോണത്. മനസ്സിലാക്കി വെക്കണം. പക്ഷെ എന്താണ് നമുക്ക് ഡ്യൂട്ടിന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലോ നമ്മൾ അറിഞ്ഞിരിക്കണോ. അതാണ് ഇതുവരെ പറഞ്ഞു പോകുന്നത്. നമുക്ക് നോക്കാം. എന്താണ് പ്രിവിലിയൻസ് ഇമ്പോർട്ടൻറ്റ്? അതായത് പ്രിവിലിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് വ്യാപകമായ എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ മഴ വ്യാപകമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ മൊത്തം എല്ലായിടത്തും അല്ലെ മഴ മൊത്തത്തിൽ വ്യാപിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു പേരാണ് പ്രിവിലിയൻസ് ഓഫ് ഡിസീസസ്. അതായത് ആ രോഗം വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് പോകാനുള്ള കുറെ മെഡിസിൻസ് ആവശ്യമാണ്. എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതിന് ആവശ്യമാണ്. എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രിവിലിയൻസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്താന്ന് വെച്ചാൽ വ്യാപകമായ ഒരു ഡിസീസസ്, ഒരു രോഗാവസ്ഥ. Prevalence referred to as a prevalence rate is the proportion of a person in a population who are affected with a particular diseases or attributed at a specified point in time or over a specified period. നമ്മൾ നേരത്തെ എപ്പോഴും പറഞ്ഞ മാതിരി തന്നെ ഒരു സ്പെസിഫിക് ടൈമില്, അല്ലാതെ ഇന്ന കാലഘട്ടത്തില് അല്ലെ, മഴക്കാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് എന്നൊക്കെ പറയില്ലേ, ആ ടൈമില് ആ പീരീഡില് ഉണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട് അല്ലെ, പർട്ടിക്കുലർ ഡിസീസസില്. മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ എപ്പോഴും വേനൽക്കാലത്ത് ഉണ്ടാവണമെന്നില്ല, വേനൽക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ മഴക്കാലത്ത് ഉണ്ടാവണമെന്നില്ല അല്ലെ. അത് ആ സ്പെസിഫിക് പീരീഡിലാണ്, ആ ടൈമിലാണ് അത് ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപകമായി വരുന്ന രോഗങ്ങളെ കുറിച്ചുള്ള ഒരു എന്താണ് എന്താ പ്രിവിലിയൻസ് ഡിസീസസ് എന്ന് പറയുന്നത്. പ്രിവിലിയൻസ് ഇസ് എ മെഷർ ഓഫ് ഡിസീസസ് that let us determine a person's likelihood of having a diseases. അല്ലെ, നമ്മള് ഓരോ വ്യക്തിക്കും നമുക്കറിയാം ചില കുട്ടികൾക്കൊക്കെ സാധാരണ മഴക്കാലത്ത് രോഗം മസ്റ്റായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീരുവീഴ്ചപ്പനി, ഒരു ചുമ, ജലദോഷം, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അവരുടെ ജീവിതത്തിൽ അത് ദിനചര്യയായിട്ട് വരും. കുട്ടികൾ പ്രായമായി കഴിയുമ്പോൾ നമുക്കറിയാം അവർക്ക് ഇച്ചിരി കൂടി കപ്പാസിറ്റി ഉണ്ടാവും അല്ലെ, രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. അവർ അതിൽ നിന്നെല്ലാം റിമൂവ് ചെയ്യും. അത് കുട്ടികളുടെ വളർച്ചയെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ പ്രിവിലിയൻസ് ഇസ് എ മെഷർ ഓഫ് ഡിസീസസ് ദാറ്റ് ലെറ്റ് us determine persons
likelihood of having disease അത് ഉണ്ടാവുന്നതാണെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. So the number of prevalent cases is the total number of cases of diseases that exist in a population. മൊത്തത്തിൽ ഈ പോപ്പുലേഷനിൽ ജനസംഖ്യയിൽ ഇത് മൊത്തത്തിൽ ഈ ഡിസീസസ് വരാം അല്ലെ. നമുക്കറിയാം ഈ പകർച്ചവ്യാധിയൊക്കെ കൂടുതലും വരുന്നത് ഈ മഴക്കാലങ്ങളിലാണ്. അപ്പോ അതിന് കാരണം ഓരോ പ്രതിരോധ ശേഷിയുടെ കുറവ് കൊണ്ട് ചാൻസ് ഉള്ളതാണ്. അപ്പോ നമ്പർ ഓഫ് പ്രിവിലിയൻസ് കേസസ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ പോപ്പുലേഷൻ. പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് ഇത്രയും പേഴ്സൺസിനൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. The prevalence is measured by dividing the number of a person with the diseases or condition at a particular time point by the number of individuals examined. അപ്പൊ നമ്മളെപ്പോഴും നമുക്കറിയാലോ ഇത്ര പേഴ്സൺസിനെ പരിശോധിച്ചതിൽ ഇത്ര പേര് ആ രോഗാവസ്ഥയിലുള്ളവരാണ്, അങ്ങനെയല്ലേ നമ്മൾ പറയാം. എപ്പോഴും ടെസ്റ്റ് റിസൾട്ട് ഒക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നത് ആയിരത്തി ഇത്രയും പേർക്ക് ഈ രോഗം ബാധിച്ചു, ഇല്ലെങ്കിൽ ഈ രോഗം ബാധിച്ച് മരണമടഞ്ഞവരുടെ എണ്ണം ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു അണ്ടർ ഉണ്ടാവും അല്ലെ. അടിയിൽ ഇത്ര പേഴ്സണെ കൈകാര്യം ചെയ്തത് ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ് അല്ലെ. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സാമിന്റെ ബേസ് ചെയ്തിട്ടാണ് എത്ര പേഴ്സൺസിന് വന്നു എന്നുള്ളത് പർട്ടിക്കുലർ ടൈം അനുസരിച്ച് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് പീരീഡ് അനുസരിച്ച് എത്ര പേഴ്സൺസിന് വന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതില് പറയുന്നത്. പ്രിവിലിയൻസ് ഇമ്പോർട്ടന്റ്. എന്താണ് ഈ പ്രിവിലിയൻസിന്റെ ഇമ്പോർട്ടന്റ് എന്ന് നോക്കാം. The prevalence and the incidence of diseases are among the most basic measures in epidemiology. Prevalence is a measure of the load of diseases in a population in a given location and at a particular time as represented in the count of the number of people affected. നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. എന്തൊക്കെ മൊത്തത്തിൽ ഈ പേഴ്സൺസിനൊക്കെ ബാധിച്ചു ഇനി എല്ലാവർക്കും ഇതേ രോഗാവസ്ഥ വന്ന് അത് ഗുരുതരമായിട്ട് വരികയാണെങ്കിൽ പ്രശ്നമല്ലേ. അപ്പോ അത് അതിന്റെ ആ രീതിയിൽ നമ്മൾ പഠിക്കുന്നു, മെഷർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക ലോഡ് ഓഫ് ഡിസീസസ് പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ലൊക്കേഷൻ, ആ ലൊക്കേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈം ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പീപ്പിളിനെ എഫക്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പ്രിവിലൻസ് മെഷർമെന്റ് നടത്തുന്നത്. ഡിസീസസ് ഹാസ് ദ ഹൈയസ്റ്റ് പ്രിവിലൻസ്. എന്ത് ഡിസീസിനാണ് ഹൈയസ്റ്റ് ആയിട്ടുള്ള പ്രിവിലൻസ് വ്യാപകമായി കൊണ്ടിരിക്കുന്നത് എന്ന് എങ്ങനെ നോക്കാം. Cardiovascular diseases account of most NCD death or 17 million people yearly, followed by cancer 9.3 million. എന്താ പറയാ, ഇത് ഓരോരുത്തിന്റെ നമ്മുടെ അളവുകളാണ്. അപ്പൊ ഇത് ഓരോന്നോരോന്ന് പറഞ്ഞു പോവാം. എന്താ പറയുക, NCD ഡെത്ത്സ് വരുന്നത് എന്തോ ഒരു പേരുണ്ട്, 17.9 million പീപ്പിളിലാണ് ഇയർലി, ഓരോ വർഷം വരുന്നത്. ഇനി അതുപോലെ തന്നെ ക്യാൻസർ വരുന്നത് 9.3 million പീപ്പിൾസിനാണ് ക്യാൻസർ വന്ന് എന്തെങ്കിലും മരണനിരക്കോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്. ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് അതൊക്കെ എന്ന് പറയുന്നത് 4.1 million ആണ്. ഓരോ ഡിസീസിനും അല്ലേ നമുക്കറിയാം, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗം, അതേമാതിരി ക്യാൻസർ, ഡയബറ്റീസ്, എല്ലാത്തിനും ഇങ്ങനെ പറയുന്നുണ്ട്. കിഡ്നീസ് ചില ഏരിയകളിലൊക്കെ വെള്ളം കുറച്ച് കൂടുതൽ ഇങ്ങനത്തെ അഴുക്ക് നിറഞ്ഞ വെള്ളം കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അത്തരം സ്ഥലങ്ങളില് കൂടുതൽ ഈ ഇന്ന രോഗം ബാധിക്കുന്നുണ്ട്, ഇന്ന രോഗത്തിന് അടിമകളായിട്ട് വരുന്നു എന്നൊക്കെ അനലൈസ് ചെയ്യുന്നു. ആ വ്യാപകമായ സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് അത് എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ടെസ്റ്റ് ചെയ്യാനും അത് ഓവർകം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് ആ ഒരു ശതമാനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിവിലിയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഡിസീസിനെ കൈകാര്യം ചെയ്യുന്നത്. ഒരു വ്യാപകമായ അസുഖമാണ് എന്ന് കൺസിഡർ ചെയ്യുന്നത് ഒത്തിരി പേർക്ക് അത് ആ അസുഖം വരുമ്പോഴാണ് അല്ലെ. അപ്പോ ആ അസുഖം വന്ന് ബാധിക്കുന്നവരെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മരണമടയുന്നവരെയും അല്ലെങ്കിൽ അതുമായി വീണ്ടും അവർക്ക് അത് ജീവിതത്തിൽ എപ്പോഴും ഒരു അസുഖമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോൾ അതിന്റെ ഉറവിടം അല്ലെ, അത് എന്തുകൊണ്ട് വന്നു എന്ന് അന്വേഷിക്കാനൊക്കെ ആയിട്ട് മെയിൻ ആയിട്ട് അത് യൂസ് ചെയ്യും അല്ലെ. ഈ പ്രിവിലിയൻസുമായി ബന്ധപ്പെട്ട കണക്കുകളെല്ലാം ഉപയോഗിക്കും. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഹൈയസ്റ്റ് പ്രിവിലിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് നമ്മുടെ ക്യാൻസറും അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസീസസ് അല്ലെങ്കിൽ ഡയബറ്റീസ്, ഇതെല്ലാം ഇൻക്ലൂഡിങ് കിഡ്നി ഡിസീസസ് ഡെത്ത് കോസ്ഡ് ബൈ ഡയബറ്റീസ് ബാധിച്ച്
മരിക്കുന്നവരുടെ എണ്ണം ഇത്രയൊക്കെയാണ്. എപ്പോഴും നമ്മൾ സ്ഥിതിവിവര കണക്കുകൾ എപ്പോഴും ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് നമ്മൾ വെറുതെ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി പോകുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രിവിലിയൻസ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപകമായ അസുഖം, അതാണ് അതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ പല പല കാര്യങ്ങളും മറന്നു പോകരുത്. അതായത് വേർഡുകൾ വെച്ച് നമുക്ക് നോക്കാം. മൊറാലിറ്റി എന്താണ്, ഡെത്ത് റേറ്റ് എന്താണ്, അതേപോലെ എന്താണ് ഇൻഫന്റ് അല്ലെ, നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി പ്രിവിലിയൻസ് വ്യാപകമായ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയുള്ള കണക്കുകളാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരണം. The diseases has the highest prevalence നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. Then what increase the prevalence of diseases? എന്താണ് ഈ പ്രിവിലിയൻസ് ഡിസീസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രിവിലിയൻസ് ഇൻക്രീസ് വെൻ ന്യൂ ഡിസീസസ് കോസസ് ആർ ഡിറ്റക്റ്റഡ്, എന്താ പറയുക, ഇൻസിഡൻസ് ആൻഡ് പ്രിവിലിയൻസ് ഡിക്രീസ് വെൻ പേഷ്യന്റ് ഈസ് എയ്തർ കാർഡ് ഓർ ഡൈസ്. അപ്പം വീണ്ടും പറയുന്നത് എന്താണ്, ഇത് ഇൻക്രീസ് ചെയ്ത് പ്രിവിലിയൻസ് ഇൻക്രീസ് ന്യൂ ഡിസീസസ്, ഒരു പുതിയ രോഗം വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്ത് മനസ്സിലാക്കി അതിന് ശേഷം അത് നമുക്ക് എന്താ പറയുക, മരണം മൂലമാണ് നമ്മൾ ഇതിന്ന് പോകണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രശ്നമില്ല അല്ലെ. നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കണ്ടുപിടിച്ചു, ഇപ്പൊ കൊറോണ ബാധിച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ ശരിയാണ്, പക്ഷെ നമ്മൾ അതിനെ തടുക്കാനുള്ള പ്രിവെൻഷനൊക്കെ നമ്മൾ എടുത്തു. അങ്ങനെ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യത വരുന്നെങ്കിൽ നമുക്ക് അതിനുമായി ബന്ധപ്പെട്ട റിസർച്ച് ഒക്കെ നടത്തണം, അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതെല്ലാം ആണ് ഇതിൽ പറയുന്നത്. ടൈപ്പ് ഓഫ് പ്രിവിലിയൻസ് നോക്കാം. പോയിന്റ് പ്രിവിലിയൻസ്, ദ നമ്പർ ഓഫ് കോസ് ഓഫ് ഹെൽത്ത് ഈവന്റ് അറ്റ് എ സർട്ടൻ ടൈം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പോയിന്റ് പ്രിവിലിയൻസ് വെച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡെത്ത് വരുന്നുണ്ടോ അല്ലെ, ദ നമ്പർ ഓഫ് കേസ് ഓഫ് ഹെൽത്ത് ഈവന്റ് സർട്ടൻ ടൈം, അതിന്റെ ഹെൽത്ത് അതിനെന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. കോസ് ഓഫ് ഹെൽത്ത് ഈവന്റ് at a certain time, period of prevalence, the number of cause of health event reference to a period of 12 months. ഒരു വർഷത്തിനുള്ളില് ഇത് എത്ര പേർക്ക് ബാധിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. then ലൈഫ് ടൈം പ്രിവിലിയൻസ്, the number of cause of health event in reference to the total lifetime. മൊത്തത്തിലുള്ള ലൈഫ് ടൈമില് ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഈ ഡിസീസസ് സംഭവിക്കുന്നുണ്ടോ, ആ ഈവന്റ് എന്ന് വെച്ചാൽ സംഭവിക്കുന്നുണ്ടോ എന്ന് റെഫർ ചെയ്ത് നോക്കുക. അതാണ് ലൈഫ് ടൈം പ്രിവിലിയൻസ്. പോയിന്റ് പ്രിവിലിയൻസ് പറയുന്നുണ്ട്, പീരിയഡ് പ്രിവിലിയൻസ് പറയുന്നുണ്ട്, ലൈഫ് ടൈം പ്രിവിലിയൻസ് പറയുന്നുണ്ട്. അതായത് നിശ്ചിത ഈവന്റ് സർട്ടൻ ടൈമിനാണെങ്കിൽ അതിന് പോയിന്റ് പ്രിവിലിയൻസ് പറയും. ഇൻ കേസ് പീരിയഡ് എന്ന് പറയുമ്പോൾ 12 മന്ത്സിനാണ് ഈ എന്താ പറയുക ഈ പ്രിവിലിയൻസ് വരുന്നത്, അല്ലെങ്കിൽ വ്യാപകമായി അസുഖം ഒരു വർഷത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതെന്താ പീരിയഡ് പ്രിവിലിയൻസ് ആണ്. ലൈഫ് ടൈം പ്രിവിലിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടോട്ടൽ ലൈഫ് ടൈം, ഒരാളുടെ ജീവിതത്തില് അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് ഈ അസുഖം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന ചില അസുഖങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ ലൈഫ് ടൈം ആണ്. അത് അത്തരത്തിലുള്ള പ്രിവിലിയൻസും ഉണ്ട്. അതായത് രോഗാവസ്ഥയാണ്, അത് വ്യാപകമായ രോഗാവസ്ഥ കൈകാര്യം ചെയ്യുന്നതാണ്. ഇപ്പൊ ക്യാൻസർ എന്നൊക്കെ പറയുന്നത് പകരുന്ന അസുഖമൊന്നുമല്ല, പക്ഷേ അത് മൊത്തത്തിൽ ചില സ്ഥലങ്ങളില് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ട് വ്യക്തിക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷെ അതപ്പോ അത്തരത്തിലുള്ള റിസർച്ചുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പീരീഡിൽ കുറെ പറയില്ലേ, ഈ പീരീഡില് കുറെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ക്യാൻസറുകളാണ് വരുന്നത്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള ക്യാൻസറാണ് വരുന്നത്. അപ്പൊ അതുമായി റെമഡിയിലുള്ള ആക്ഷൻസ് എടുക്കാനും അവർക്ക് എന്തെങ്കിലും മുൻകരുതലുകൾ നിർദ്ദേശിക്കാനും ഒക്കെ സാധിക്കും. അത് അപ്പൊ പോയിന്റ് പ്രിവിലിയൻസ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് സർട്ടൻ ടൈമില് ഉള്ള രോഗാവസ്ഥ, വ്യാപകമായ രോഗാവസ്ഥയെ കുറിച്ച് പഠിക്കുന്നത്. ദെൻ പീരിയഡ് പ്രിവിലൻസ് എന്ന് പറഞ്ഞാൽ ഒരു 12 മന്ത്സ് 1 ഇയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ വീണ്ടും ലൈഫ് ടൈം പ്രിവിലൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലൈഫ് ടൈം, ഒരാളുടെ ജീവിതത്തില് ജീവിതാവസാനം വരെയായിട്ടുള്ള ആ ഒരു രോഗാവസ്ഥ അതിനെ കുറിച്ച് പറയുന്നതാണ്. ദെൻ അതിന്റെ ഒരു ഫോർമുല പറയുന്നുണ്ട്.
ഫോർമുല എന്ന് പറയുന്നത് പോയിന്റ് പ്രിവിലിയൻസ് പറയുന്നത് നമ്പർ ഓഫ് അക്കേഴ്സ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് 1 point of time divided by number of people in a defined population at the same point in a time. അതായത് ഇതിൽ ചോദിക്കുന്നുണ്ടോ ആരെങ്കിലും? ഞാൻ ഇടയ്ക്കുന്ന ഒരു വോയിസ് കേൾക്കുന്നുണ്ടേ. അൺമ്യൂട്ട് അറിയാതെ ആയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ആണോ? ഹലോ, ക്ലിയർ ആവുന്നില്ല കേട്ടോ. ചോദിക്കുന്നതാണോ അതോ അറിയാതെ പോയതാണോ? അറിയാതെ അൺമ്യൂട്ട് ആയതായിരിക്കും തോന്നുന്നു. എന്തായാലും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവിടെ പറയുന്നു, അപ്പൊ നമ്മള് ഫോർമുലയിലേക്ക് വരികയാണ്. എന്ത് നമ്പർ ഓഫ് അക്കേഴ്സ് ഇൻ എ ഡിഫൈൻഡ് population at a 1 point of time divided by number of people defined population at the same point in a time. നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അതില് ആ പേഴ്സൺ എത്രത്തോളം ആ രോഗവുമായി ബന്ധപ്പെട്ട ആ വ്യാപകമായ രോഗം അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികള് ഡിവൈഡ് ബൈ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ അല്ലേ, ആ സെയിം പോയിന്റ് ഓഫ് ടൈമിന്റെ അവിടെയുള്ള മൊത്തത്തിലുള്ള പോപ്പുലേഷൻ വെച്ചിട്ട് എന്ന കാൽക്കുലേഷൻ നടത്തുന്നതാണ് ഇത്. പിന്നെ യൂസ് ഓഫ് പ്രിവിലിയൻസ് എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് ചോദിക്കുന്നുണ്ട്. ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസസ് ഇൻ എ കമ്മ്യൂണിറ്റി. അതായത് മൊത്തത്തിൽ അല്ലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത്രയും അസുഖങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ചിലവര് പറയില്ലേ, ചില പറയാ രീതിയിലൊക്കെ ഉപേക്ഷിക്കണം. എന്താ പറയുക, അലുമിനിയം പാത്രങ്ങൾ ഉപേക്ഷിക്കണം, സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, ഇങ്ങനെ ക്യാൻസർ ഒക്കെ വരാനായിട്ട് ഇങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഈ വ്യക്തി അല്ലെങ്കിൽ ഇത്രയും തരത്തിലുള്ള ഇങ്ങനെ ശുദ്ധമായ വെള്ളമെല്ലാം കുടിക്കുന്നത് ആ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ മൊത്തത്തിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സഹായിക്കും. ഐഡന്റിഫൈ പൊട്ടൻഷ്യലി ഹൈ റിസ്ക് പോപ്പുലേഷൻസ്, കൂടുതലായിട്ടും എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. തന്നെ യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പ്രോസസ്സ്. അപ്പോ ഇത്തരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ വന്നെ ഒരുപാട് പേഴ്സൺസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് വേണം, അതുമായി ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും കരുതി ചികിത്സിക്കുന്ന ആവശ്യകതയാണ് ഇതുമായി ബന്ധപ്പെട്ടെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ വേണം. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കാനായിട്ടും ഈ പ്രിവിലിയൻസ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ കണ്ടെത്തുന്നത് വ്യാപകമായ അസുഖങ്ങളുടെ ഇത് മനസ്സിലാക്കിയിരിക്കണം അല്ലെ. അത്തരത്തിലുള്ള എത്രത്തോളം ആൾക്കാർക്കാണ് ഈ രോഗം പിടിപെട്ടതെന്നും അതുമായി ബന്ധപ്പെട്ട ഇനി എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ടതെന്നും അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷനിൽ നിന്നാണ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക. Then limitations of prevalence. ഇപ്പൊ അതിന്റെ ഉപയോഗം പറഞ്ഞ മാത്രം തന്നെ അതിലൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, അത് നോക്കാം. Can be viewed as a slice through the proportion of a population at a point in the time. നമ്മൾ കാണുന്നത് ഒരു പ്രൊപ്പോർഷൻ ആയിട്ടുള്ള പോപ്പുലേഷനെ വെച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതായത് ആ സമയത്ത് അത് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്. അതേമാതിരി തന്നെ നമുക്ക് അതിന്റെ ഡിസീസസിന്റെ ആ രോഗാവസ്ഥയുടെ ഡ്യൂറേഷൻ എത്രത്തോളം നിലനിൽക്കുന്ന ഒരു അല്ലെങ്കിൽ പ്രിവിലിയൻസ് അതിന് വ്യാപകമായ വളർച്ചയുള്ള ഒരു രോഗാവസ്ഥയാണോ എന്നൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, പരിഗണിക്കാനൊന്നും പറ്റില്ല. ഓൺലി ആൻസർ ഹു ഹാസ് ആൻഡ് ഹു ഡു ഹാവ് ഹൗ മെനി അറ്റ് പ്രസന്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആർക്കൊക്കെ ഉണ്ട്, ആരൊക്കെ ഇതിന് ഈ രോഗാവസ്ഥയിൽ പെടുന്നുണ്ട്, ഹൗ മെനി അറ്റ് പ്രസന്റ് എത്രത്തോളമാണ് ഇപ്പൊ പ്രസന്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നോട്ട് ആൻസർ വെൻ ആൻഡ് ഹൗ ലൈക്ലി ദ ഡിസീസസ് ഡെവലപ്പ്. അതായത് എപ്പോഴാണ് എങ്ങനെയാണ് ഈ ഡിസീസ് ഇനി എന്താ പറയുന്നത് ഡെവലപ്പ് ചെയ്യാം, വളർച്ച പ്രാപിക്കാന്നൊന്നും പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് ഈ പ്രിവിലിയൻസിന്റെ കാൽക്കുലേഷൻ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഈ നോട്ട് സ്യൂട്ട് ഫോർ എത്തിയോളജിക്കൽ സ്റ്റഡീസ്. അതായത് കൂടുതലായിട്ടുള്ള സ്റ്റഡിക്കൊന്നും എന്താ പറയുക ഈ പ്രിവിലിയൻസുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻ ഒന്നും യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നു. അതാണ് അതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. എനിക്ക് മനസ്സിലായി പോകുന്നുണ്ടോ? അത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഡെത്ത് റേറ്റുകളും പ്രിവിലിയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ കുറച്ചിങ്ങനെ
ഹോസ്പിറ്റലില് ആയിട്ടുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഹോസ്പിറ്റലിലെയും മൊത്തത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കാൻ ഇങ്ങനെയൊക്കെ കണക്കുകളൊക്കെ നടത്തുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നതിനൊക്കെ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം പഠിച്ചു പോവുക. എന്തെങ്കിലും ഒരു വീടൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്നും അറിയില്ല എന്ന് വെക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവയർനെസ് അല്ലെ, നമുക്ക് അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് കുറച്ച് ഇമ്പോർട്ടന്റ്. അത് മനസ്സിലാക്കി വെക്കുക. വീണ്ടും കൊച്ചുങ്ങൾ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ, അല്ലാതെ പറയാൻ ആഗ്രഹിച്ചിട്ടല്ലെന്ന് തോന്നുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നുണ്ടോ? ഹലോ, എടുത്തോടത്തോളം മനസ്സിലായോ? മനസ്സിലായി മിസ്. താഴേക്ക് പോകാം. നമുക്ക് ഇൻസിഡന്റ് ഇവിടെ വരെ നോക്കാം. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് നീണ്ടതായിരിക്കും. അപ്പൊ അത് പിന്നീട് നോക്കാം. ഇതും കൂടി നോക്കി മതി. ഫാക്ടേഴ്സ് അഫക്റ്റീവ് പ്രിവിലിയൻസ്. എന്തൊക്കെ ഫാക്ടേഴ്സ്, എന്തൊക്കെ ഘടകങ്ങളാണ് പ്രിവിലിയൻസുമായി ബന്ധപ്പെട്ട് നോക്കാം. ഇൻക്രീസ്ഡ് ബൈ അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ബൈ, അതിലെ സ്പെല്ലിംഗ് വ്യത്യാസം കൊണ്ടാണ്. ഇൻക്രീസ്ഡ് ബൈ അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ടേബിൾ കൊടുത്തേക്കുന്നത്. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസസ്. ഇൻക്രീസ്ഡ് ആണെങ്കിൽ അതായത് ആ വ്യാപകമായ അസുഖവും നിങ്ങളൊന്ന് മനസ്സിൽ ഓർക്കാം, അത് ലോങ്ങർ ഡ്യൂറേഷനിലുള്ള ഡിസീസ് ആണ് ഒരു വശത്ത് കൊടുത്തേക്കുന്നത്. ദെൻ ഷോർട്ടർ ഡ്യൂറേഷനിലുള്ള ഡിസീസ് ആണ് നമ്മൾ തരംതിരിക്കുന്നത് അല്ലെ. പ്രിവിലേൻസ് നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ഈ അസുഖങ്ങളെ കുറെ പേഴ്സൺസിന് വ്യാപിക്കും കിട്ടും, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ മറ്റുള്ളവർക്ക് പകരം, അല്ലെങ്കിൽ ഇത് കുറെ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്, അങ്ങനെ കുറെ കാര്യങ്ങളായിട്ടാണ് നമ്മൾ തിരിഞ്ഞിരിക്കുക അല്ലെ. അപ്പൊ അതാണ് രണ്ട് ഫാക്ടേഴ്സ് ആയിട്ടാണ് തരംതിരിച്ച് ഇങ്ങനെ പറയുന്നത്. ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബൈ. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസസ്. ഈ ഡിസീസ്, ഈ അസുഖം എന്ന് പറയുന്നത് ലോങ്ങർ അല്ലെ, ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്. ദെൻ പ്രൊളോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ. അതായത് അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പരിഗണനയില്ലാതെയൊന്നും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഹൈ കേസ് ഫാറ്റബിലിറ്റി റേറ്റ് ഫ്രോം ഡിസീസസ്, ഭയങ്കരമായിട്ടുള്ള ഒരു റേറ്റ് ഒന്നും വരുന്നില്ല. ഈ ഡിസീസിന് വലിയ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല എന്നാണ് നെക്സ്റ്റ് പറഞ്ഞത്. ഇൻക്രീസ്ഡ് ആണ് ന്യൂ കേസ്, കൂടുതൽ കേസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻക്രീസിന്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് കൊണ്ട് ഇത് ഇൻക്രീസ് ചെയ്യാനുണ്ട്. ഇതിൽ പറയുന്ന ഡിക്രീസ് ഇൻ ന്യൂ കേസ്, ഡിക്രീസ് ഇൻ ഇൻസിഡൻസ്, അങ്ങനെ കൂടുതൽ കേസുകൾ വരാൻ ചാൻസ് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. ദെൻ ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ് ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾസ്. ഈ മറ്റു പീപ്പിൾസിൽ നിന്നും ഇത് എന്താ പറയണ, അതിലേക്കൊന്നും ലയിക്കാനായിട്ട് സാധിക്കുകയില്ല, അല്ലെങ്കിൽ മറ്റു ആരോഗ്യാവസ്ഥകളിലേക്കൊന്നും കയറി പിടിക്കില്ല എന്ന് പറയില്ല ചില. ഇത് മൊത്തത്തിൽ ഇതൊരു ഹെൽത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു അസുഖമാണെന്നൊക്കെ പറയില്ല. അങ്ങനെ ഇത് മൊത്തത്തിൽ ബാധിക്കുന്ന അസുഖമാണ് അല്ലെങ്കിൽ ബാധിക്കാത്ത അസുഖമാണ്. ദെൻ ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി, then outer migration, then reverse ആയിട്ട് പറയുകയാണ്. then in migration of suspectable people, then improved diagnosis facilities. എന്തെങ്കിലും രോഗനിർണയത്തിന് ആവശ്യകതയുണ്ട്, വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്തേണ്ടതുണ്ട്. ഇംപ്രൂവ്ഡ് റേറ്റ് ഓഫ് കേസസ്, അതിന് എന്തെങ്കിലും അല്ലെങ്കിൽ സംരക്ഷണത്തിന്റെ ആവശ്യകതയുണ്ട് എന്ന് തരംതിരിക്കുന്ന ഒരു മേഖലയാണ്. ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെ വ്യത്യാസങ്ങൾ, അതായത് ഇൻക്രീസ് ചെയ്യാവുന്നത് ഡിക്രീസ് ചെയ്യാവുന്നതുമായ ഒരു പ്രിവിലിയൻസ്, വ്യാപകമായ അസുഖങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ എത്ര വരെയെന്ന് നിങ്ങൾ നോക്കി, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്ന് ചോദിച്ച്. ഓക്കെ,
എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞേ. ഞാൻ ഇന്ന് എടുത്തത് എവിടെ തുടങ്ങിയാണ്, എന്താ പറയാ, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് മെഷർ ഹെൽത്ത് സ്റ്റാറ്റസിന്റെ കാര്യം പറഞ്ഞു. അതിൽ കുറച്ച് വേർഡ്സ് ഒക്കെ ശ്രദ്ധിക്കുക. മൊറാലിറ്റി, മൊറിബിഡിറ്റി ആൻഡ് ഡിസബിലിറ്റി, ഇതൊക്കെ ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ വരും. അപ്പൊ അതെന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ എന്താ പറയാ, ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ള ഇത്രയും രോഗാവസ്ഥയിലുള്ള കണക്കുകൾ, ഡിസബിലിറ്റി ഉള്ള പേഴ്സൺസിന്റെ കണക്കുകൾ, അതിന്റെ മെഷർമെന്റ്സ് ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട്, അതായത് ഗ്ലോബലി ഒരു കാൽക്കുലേഷൻ മെത്തേഡ് ഉണ്ട്. മിക്കവാറും പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അതായത് ജനസംഖ്യയെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും. അത് ഇയർലി ആയിരിക്കും, അല്ലെങ്കിൽ അവേഴ്സ് ആയിരിക്കും അല്ലെ. അവേഴ്സ് ബേസ് ചെയ്തിട്ടോ ഇയേഴ്സ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത്ര ഒരു പീരീഡ് ഓഫ് ടൈം ഒക്കെ പറയുന്നത് പോലെ. അതായത് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള കുറെ രോഗാവസ്ഥയ്ക്ക് ആയിരിക്കും കണക്കുകളിൽ നിന്നും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളത് ഡെത്ത് റേറ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ വീണ്ടും അതിന്റെ എങ്ങനെയാണ് ആ റേറ്റുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡോസ് എന്താന്ന് പറഞ്ഞു, അതായത് ഒരു നിശ്ചിത ഒരു എന്താ പറയുക ഒരു ടൈം, ഒരു പീരീഡ്, ആ പീരീഡ് ആണ് അതിന്. ഇതെന്ന് പറഞ്ഞതിന്റെ 48 hours അതുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ ആണ് നെറ്റ് മൊറാലിറ്റി റേറ്റിലേക്ക് വരുമ്പോൾ വരുന്നത്. വീണ്ടും ICUമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡെത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ ആണ് അതിവിടെ പറഞ്ഞത്. ഇൻഫന്റ് മൊറാലിറ്റി റേറ്റ് നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് സ്പെസിഫൈ ചെയ്ത് ന്യൂ ബോൺസ് കുട്ടികളുടെ അല്ലെ, നല്ല ജന്മം എന്താ പറയുന്ന നവജാത ശിശുക്കളുടെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിരീകരണ കണക്കുകൾ, അത് കൺട്രിയുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റിലായിരിക്കാം, ഏതെങ്കിലും ഒരു പ്രദേശത്തെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം അറിയേണ്ടതായിട്ട് വരാം. അപ്പൊ അത്തരത്തിലുള്ള കണക്കുകളാണ്. വീണ്ടും പറയുന്നുണ്ട് പ്രിവിലിയൻസ് ഓഫ് ഡിസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതില് വ്യാപകമായ അസുഖങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പർട്ടിക്കുലർ പീരീഡില് പർട്ടിക്കുലർ ടൈമില് അല്ലെ, ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഇത്ര മന്തില് അങ്ങനെയൊക്കെ ഓരോ ഇതുകളൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതില് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാം. അതിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഇന്നിന്ന അസുഖങ്ങൾ കൂടുതലുണ്ട് എന്നല്ലെങ്കിൽ ഇന്ന അസുഖങ്ങൾ കുട്ടികളെ ബാധിക്കുന്നുണ്ട്, ഇന്ന അസുഖങ്ങൾ പ്രായമേറിയവരിൽ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു കെയർ അല്ലെ, മുതിർന്നവർക്കാണെങ്കിലും ഇന്ന സമയങ്ങൾ നമ്മൾ സംരക്ഷണം കൊടുക്കണം എന്നൊക്കെ ഉള്ള ആ ഒരു കെയർ നമുക്ക് വരാനൊക്കെ ആയിട്ടും, അല്ലെങ്കിൽ ചില രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലെ, റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ ഈ കൊറോണയ്ക്ക് ശേഷമൊക്കെ കൂടുതലാണ് അല്ലെ. നമുക്ക് ശ്വാസകോശ സംബന്ധമായ ഡിസീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് മിക്കവാറും ഈ കാലഘട്ടങ്ങൾ കൊറോണയ്ക്ക് ശേഷം മിക്കവാറും ഈ ചുമയും ഇതൊക്കെ എപ്പോഴും അത് ഉണ്ട്, വ്യാപകമായ ഒരു അസുഖമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിവിലിയൻസ് ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത്. അതില് ടൈപ്പ് ഓഫ് പ്രിവിലിയൻസ് ഒക്കെ പറയുന്നുണ്ട്, എന്തെങ്കിലും പോയിന്റ് അല്ലെങ്കിൽ പീരിയഡ് അല്ലെങ്കിൽ ലൈഫ് ടൈം പ്രിവിലിയൻസ് നീണ്ടു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നൊക്കെ ഉള്ളത്. പിന്നെ അതിന്റെ യൂസസും ലിമിറ്റേഷൻസും പറയുന്നുണ്ട്. വീണ്ടും എന്താ പറയുന്നത്, അതിന് ഇൻക്രീസ് ചെയ്യാവുന്നതും വ്യാപകമായ അസുഖങ്ങൾ വളർന്നു വരുന്നതും പിന്നെ ഡിക്രീസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത ഫാക്ടേഴ്സുകൾ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിച്ചത്. അപ്പോ അടുത്ത ക്ലാസ്സിൽ ഇൻസിഡൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് ഉണ്ടല്ലോ അല്ലെ, ക്ലോസ് ചെയ്യട്ടെ? Thank you.